പല രീതിയിലുള്ള മീനപ്പം ഉണ്ടാക്കിയെടുക്കലുണ്ട്. അപ്പൊ എന്റെ തറവാട്ടിലൊക്കെ മുമ്പ് പണ്ട് ചെയ്യാറുള്ള ഒരു മീനപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ആ ഒരു രീതിയിൽ ഉണ്ടാക്കാന്ന്. അത് ഉണ്ടാക്കിയിട്ട് കുറെ ആയിപ്പോ. അപ്പൊ ദാ ഇതിന് വേണ്ടിയിട്ട് ഒരു 3-4 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഒരു 2 സ്പൂണ് വിനീഗർ, പാകത്തിനുള്ള വെള്ളം എന്നിവ ചേർത്തിട്ടാണ് ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് മീൻ ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ വെക്കാട്ടോ. എന്നിട്ട് അതാ നല്ല ഇരുമ്പ് കല്ലാണ് ഞാനിപ്പോ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടും ചെയ്യാം. ഈ ഒരു ഇരുമ്പ് കല്ല് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ഇത് കണ്ടപ്പോ. ഇനിതാ മീൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കാട്ടെ, ഇരുമ്പ് കല്ലാണെങ്കിൽ. എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 1/2 കിലോ മീനാണ് കേട്ടോ ഞാനിപ്പോ എടുത്തിട്ടുള്ളത്. ഏത് മീൻ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. അധികം മുള്ളില്ലാത്ത മീനാണ് ഇതിന് ഏറ്റവും നല്ലത്. ഞാനിപ്പോ എടുത്തിട്ടുള്ളത് അയക്കുറ, നെയ്മീനില്ല, ഞങ്ങൾ അയക്കുറ എന്നറിയും. ഇനിതാ മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിയെടുക്കുന്ന ഇതിലേക്കുള്ള മാവാണ്. ഞാനിപ്പോ 2 കപ്പ് പത്തിരി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇത് കാസർഗോഡൻ പത്തിരിപ്പൊടിയാണ്. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും പാകത്തിന് ഒരു ചെറിയ ചൂടുവെള്ളവും പിന്നെ ഒരിച്ചിരി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ ആ ഒരു ബോൾസ് ആക്കാൻ പാകത്തിന് കുഴച്ചെടുത്താൽ മതി. ഇനിതാ ഫ്രൈ ചെയ്ത മീന് ഞാൻ കുറച്ചാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. വേറൊരു രീതിയിലുള്ള മീനപ്പം കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് കൈ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഒരുപാട് തിന്നാക്കിയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് നമുക്ക് ഇത് മീൻ ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ ഇതിന്റെ എല്ല് മാറ്റിയിട്ടില്ല, ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുമ്പൊക്കെ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. ഇനിയിപ്പോ ഞാൻ എല്ല് മാറ്റിയിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇതിലുള്ള ആ ഒരു മീനിന്റെ ആ ഒരു എല്ല് പിന്നീട് കഴിക്കുമ്പോൾ അത് മാറ്റിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് മീനൊന്നും പുറത്തു വരാത്ത രീതിയിൽ ബോൾസ് ആക്കി എടുത്താൽ മതി. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇതിന്റെ ഈ ഒരു മുള്ള് മാറ്റിയിട്ട്, അപ്പൊ ഇങ്ങനെ അധികം മുള്ളില്ലാത്ത മീൻ വേണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഇങ്ങനത്തെ നെയ്മീനൊക്കെയാണ് കൂടുതൽ ചെയ്യാറുള്ളത്. ഇതിങ്ങനെ കഷ്ണങ്ങളാക്കാതെ നടുക്കുള്ള ആ ഒരു എല്ല് ഇതുപോലെ ഇങ്ങനെ മാറ്റിയിട്ടും ചെയ്യാട്ടോ. മസാല ഫ്രൈ ചെയ്ത മസാല ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു രീതിയിലാണ് മുമ്പേ ചെയ്യാറുള്ള മീനപ്പം. ഞങ്ങൾ എൻ്റെ തറവാട്ടിലൊക്കെ പണ്ട് ചെയ്യാറുള്ളതാണ് കേട്ടോ ഈ ഒരു രീതിയിൽ. ഇപ്പൊ വേറെ രീതിയിലും ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ കാണിക്കാട്ടെ. ഇപ്പൊ ഞാൻ കുറച്ചാണ് ഇതിലിപ്പോ ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. ഇനി ഇതൊരു 15-20 മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പൊ അതാ ഇതൊരു 15-20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്, കട്ട് ചെയ്തിട്ടൊന്നുമല്ല. അപ്പൊ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. ഇതുപോലെ ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്തത് ഫില്ല് ചെയ്തിട്ടുള്ള മീനപ്പം. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടാവും ഒരുപാട് പേര്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.